ക്യാപ്റ്റൻസി നോമിനേഷനെല്ലാം കഴിഞ്ഞ് നമ്മുടെ ജാൻമോണി ഒരു ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ബിഗ് ബോസിന് നമ്മുടെ കറണ്ട് സിറ്റുവേഷൻ അനുസരിച്ച് പുറത്ത് ഒരുപാട് കേസുകൾ നടക്കുന്നുണ്ടല്ലോ. അതായത് ഓരോ കമ്മ്യൂണിറ്റീനെ അപമാനിച്ചു എന്നും ഭയങ്കര ഇടിയാണ് ബിഗ് ബോസിൻ്റെ ഉള്ളിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ചങ്ങായി കൊണ്ടുപോയി കേസ് കൊടുത്തല്ലോ. അതുകൊണ്ട് തന്നെ ജാൻമോണി പറഞ്ഞിട്ടുള്ള ആ ഒരു പരാതിയിൽ ബിഗ് ബോസിനൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നുള്ളത് ബിഗ് ബോസിൻ്റെ അനൗൺസ്മെൻറ്റിലൂടെ നമുക്ക് മനസ്സിലായി. എന്താണ് അവിടെ സംഭവിച്ചത്? അതായത് ജാൻമോണി ക്യാപ്റ്റൻസി നോമിനേഷൻ്റെ സമയം കഴിഞ്ഞതിന് ശേഷം വന്ന് എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് പറയുകയാണ്. അത് ശരിക്കും പറഞ്ഞാൽ അവിടെ ഇരിക്കുന്നവർക്കും കറക്റ്റായിട്ട് മനസ്സിലായില്ല, നമുക്കും മനസ്സിലായില്ല. അതായത് ഇങ്ങനെയാണ് പറഞ്ഞത്: കേരളത്തിലെ ഒരു നമ്പർ ഇങ്ങനെ വിളിച്ചു ആക്ഷേപിച്ചു, നമ്പർ പറഞ്ഞു, അത് ഇനി ചെയ്യാൻ പാടില്ല, അത് ആരാണെന്ന് ഞാൻ പറയില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു. അതിലൊരു നമ്പർ വിളിച്ചു എന്നുള്ളത് മാത്രമാണ് നമുക്ക് മനസ്സിലായത്. അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം എന്താണ് ആ നമ്പർ എന്നുള്ളത്. പക്ഷേ അപ്പോൾ തന്നെ ബിഗ് ബോസ് എന്ത് ചെയ്തു? മക്കളെ, ഇനി ഈ പരിപാടി ഇവിടെ സംസാരിക്കരുത്, കാരണം ഇത് നമുക്ക് ടെലികാസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു പരിപാടിയാണ് ഇങ്ങനെ പറയുന്നത് എന്ന് പറഞ്ഞ് ആ ഒരു വിഷയം അവിടെ നിർത്തിപ്പിച്ചു. ഇല്ലായിരുന്നെങ്കിൽ അതെല്ലാം പിടിച്ച് ജാസ്മീൻ അവിടെ കിടന്ന് ഒച്ചപ്പാടും ബഹളമാക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എൻ്റെ മുഖത്ത് നോക്കിയിട്ടാണ് ഇത് പറഞ്ഞത്, എൻ്റെ മുഖത്ത് നോക്കിയിട്ടാണ് പറഞ്ഞത്, അപ്പം ഇത് എന്നെ ഉദ്ദേശിച്ചാണ് എന്നുള്ള രീതിയിൽ അവിടെ പരിപാടി തുടങ്ങി വന്നതായിരുന്നു. പക്ഷേ ബിഗ് ബോസ് അണ്ണൻ ബിഗ് ബോസിൻ്റെ ഒരു നിലനിൽപ്പ് നോക്കണ്ടേ മക്കളെ? അതുകൊണ്ട് അപ്പം തന്നെ പറഞ്ഞു, ഇനി മേലിൽ നിങ്ങൾ ഇങ്ങനെയുള്ള സംസാരം ഇവിടെ സംസാരിക്കരുത്, ഇത് നമ്മുടെ പ്രക്ഷേപണത്തിനെതിരാണ് എന്നുള്ളത്.